ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നേന്ത്രപ്പഴവും ഗോതമ്പൊടിയും വെച്ചിട്ട് നല്ല രുചിയിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് മുറിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ഏലക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ദാ ഞാനിതിവിടെ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടിച്ചെടുത്ത പഴം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മധുരത്തിന് ഇവിടെ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ശർക്കര ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചെറിയൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഇതിൽ 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. ഇപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി ഗോതമ്പ് പൊടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന അത്ര കട്ടിയിലല്ലാതെ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് വേണം നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ. നമ്മുടെ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ വേണം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പോൾ ദാ ഞാനിവിടെ മാവ് കുഴച്ച് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ടില്ലേ, മാവ് നന്നായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ദാ ഞാനിവിടെ മാവിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക് മാവൊന്ന് സെറ്റായി കിട്ടുന്നവരെ ഇത് അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മാവിടെ നല്ല സോഫ്റ്റായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവിന്ന് ചെറിയ ചെറിയ ഉരുളകൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കുക. നമുക്ക് 2 കൈയിലും കുറേശ്ശെ എണ്ണ തടവിയതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് ചെറിയ ഉണ്ടകളാക്കിയിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഓരോ ഉണ്ടകളും തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്കിത് വളരെ ചെറിയ സൈസിലും ഉണ്ടകൾ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാ ഉണ്ടകളും തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഉണ്ടകൾ തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിലിന് പകരം വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചൂടായ ഓയിലിലേക്ക് ഓരോരോ ഉണ്ടകളും ഇട്ടുകൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചതാണെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം ഒന്നും വെന്ത് കിട്ടൂല. നല്ല കുറഞ്ഞ തീയിൽ തന്നെ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് പതുക്കെ ഇളക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. എന്നാലേ ഇത് എല്ലാ ഭാഗത്തും ഒരുപോലെ ഫ്രൈ ആയി കിട്ടുള്ളൂ. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ലൊരു ബ്രൗൺ കളറായി കിട്ടിയാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ തന്നെ നമ്മുടെ ഉണ്ടകളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല പഴുത്ത നേന്ത്രപ്പഴം കൊണ്ടും ഗോതമ്പ് പൊടി കൊണ്ടും വെറും 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണിത്. വൈകുന്നേരത്തെ ചായക്ക് നിങ്ങൾക്ക് പെട്ടെന്നൊരു ചായക്കടി തയ്യാറാക്കിയെടുക്കണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മളെ പലഹാരം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു പലഹാരം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ബാക്കിയുള്ള ഉണ്ടകളും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ദാ ഞാനിവിടെ എല്ലാ ഉണ്ടകളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രുചിയുള്ളൊരു പലഹാരമാണിത്. ഒരു നേന്ത്രപ്പഴവും കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു പലഹാരം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.